രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ KPCC. രാഹുലിനെതിരായ ആരോപണങ്ങൾ സമിതി വിശദമായി പരിശോധിക്കും. എന്തൊക്കെ ആരോപണങ്ങൾ, എന്തൊക്കെ അതിലെ സത്യമെന്ത് തുടങ്ങിയ കാര്യങ്ങളാകും സമിതി പരിശോധിക്കുക. ആദ്യം പുറത്തു വന്നത് പേര് പറയാതെയുള്ള ആരോപണങ്ങളായിരുന്നുവെങ്കിൽ പിന്നാലെ പേര് വെളിപ്പെടുത്തിയുള്ള ആരോപണങ്ങളും ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും പുറത്തു വന്നിരുന്നു. ഇതൊക്കെ വലിയ തോതിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. വിവാദങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും പ്രതിഷേധം തണുപ്പിക്കാൻ BJPയും CPMഉം തയ്യാറായിട്ടില്ല. MLA സ്ഥാനവും രാജിവെക്കണമെന്ന ആവശ്യം BJP ഉയർത്തിയിട്ടുണ്ട്. നിയമ നടപടികളിലേക്ക് കടന്നാൽ കാര്യത്തിൽ തീരുമാനം കടുപ്പിക്കാനാണ് LDFന്റെ തീരുമാനം. തൽക്കാലം MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. സമാന വിഷയങ്ങളിൽ രാജിവെച്ച കീഴ്വഴക്കം സമീപകാലത്ത് ഒരു പാർട്ടിയിലെയും MLAമാർ സ്വീകരിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരണം. എന്നാൽ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകേണ്ടതില്ലെന്നാണ് നിലവിലെ തീരുമാനം. പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്.